ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +2 ബോട്ടണിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പാർട്ട് 6 ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ മെഗാസ്പോറോജിനസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം വരെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് മെഗാസ്പോറോജിനസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ of megaspore from megaspore mother cell is called megasporogenesis. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണത്. The process of formation of haploid megaspore from megaspore mother cell. അതായത് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഹാപ്ലോയിഡ് മെഗാസ്പോർ ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെഗാസ്പോറോജിനസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നു. പൈലാർ എൻഡ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അറ്റ് ദ മൈക്രോപൈലാർ എൻഡ് ഓഫ് ദ ന്യൂസെല്ലസ് എ സിംഗിൾ സെൽ ഈസ് ഡിഫറൻഷിയേറ്റഡ്. ഇറ്റ് ഈസ് ദ മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവിയുളിലെ മൈക്രോപൈലാർ എൻഡിലുള്ള ന്യൂസെല്ലസിലുള്ള ഒരു സെല്ല്. ന്യൂസെല്ലസ് നിങ്ങൾ ഓർമ്മിക്കുന്നതാണല്ലോ. എന്താണ് ന്യൂസെല്ലസ്? ന്യൂസെൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റഗ്യുമെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ദ സെൽസ് വിത്ത് ഹൈ റിസർവ് ഫുഡ് മെറ്റീരിയൽ എൻക്ലോസ്ഡ് വിതിൻ ദ ഇൻറ്റഗ്യുമെൻറ്റ് ഈസ് കോൾഡ് ന്യൂസെല്ലസ്. നിങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കുക. ഇൻറ്റഗ്യുമെൻറ്റ്സിൻ്റെ അകത്ത് കാണുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടിഷ്യൂ, അതിനാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ആ ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള ഒരു സെല്ലാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ലാർജ് സെൽ കണ്ടെയ്നിങ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. ആ സെല്ലിൻ്റെ പ്രത്യേകത, ഈ മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ പ്രത്യേകത, ഇത് ലാർജ് സെല്ലായിരിക്കും, അതുപോലെ ക്ലിയർ സൈറ്റോപ്ലാസം ആയിരിക്കും, അതുപോലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും കാണപ്പെടും. നമുക്ക് ഏത് ഡിവിഷനാണ്, ഏത് സെൽ ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 തരത്തിലെ സെൽ ഡിവിഷനാണുള്ളത്. ഏതൊക്കെയാണ് 2 തരത്തിലെ സെൽ ഡിവിഷൻസ്? മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായിരിക്കും സ്വാഭാവികമായിട്ട് വരുന്നത്? ഇവിടെ മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഏത് ഡിവിഷനായിരിക്കും വരുന്നത്? മിയോസിസ് ആയിരിക്കും വരുന്നത്. MMC അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ, മിയോസിസ് ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് പറയാം എത്ര സ്പോറാണ് ഫോം ചെയ്യുന്നത് മിയോസിസിൽ, അല്ലെങ്കിൽ എത്ര സെല്ലാണ് ഫോം ചെയ്യുന്നത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്ര സെല്ലാണ്? അതെ, 4 സെല്ലാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഹാപ്ലോയിഡ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോമസോം നമ്പർ എങ്ങനെയുള്ളതായിരിക്കും? ഇത് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ MMCയിൽ മിയോസിസ് നടന്ന റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 4 സ്പോർസ്. ഇപ്പോൾ 4 സ്പോറ് ഫോം ചെയ്യുന്നു. നമുക്ക് അടുത്തത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനെ കുറിച്ച് പഠിക്കാം. ഇനി മജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വൺ ഓഫ് ദി മെഗാസ്പോർ ഈസ് ഫങ്ഷണൽ വൈൽ ദ അതർ 3 ഡീജനറേറ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരുന്നു 4 മെഗാസ്പോർ ഫോം ചെയ്യുന്നു അല്ലേ. ഏത് സെല്ല് ഡിവൈഡ് ചെയ്യുന്ന? MMC അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 4 മെഗാസ്പോർ ഫോം ചെയ്യുന്നു. അപ്പം മിക്കവാറും എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും ഒരു മെഗാസ്പോർ മാത്രമേ ഫങ്ഷണൽ ആയിരിക്കുള്ളൂ. ബാക്കിയുള്ളത് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കി 3 ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. Only the functional megaspore develops into the female gametophyte or embryocyte. ആ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറുന്നത്? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസൈക്ക് ആയിട്ട് മാറുന്നത്. This method of embryocyte formation from a single parent is termed monosporic development. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്പോറിൽ നിന്ന്, ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസൈക്ക് ഫോം ചെയ്യുന്നത്. ആ ഒരു ഡെവലപ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഇനി എങ്ങനെയാണ് ഒരു എംബ്രിയോസൈക്ക് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. The nucleus of the functional megaspore divides mitotically to form 2 nuclei which move to opposite poles, forming the 2 nucleate embryo. ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എംബ്രിയോസൈക്ക് ഫോർമേഷൻ്റെ ദ ന്യൂക്ലിയസ് ഓഫ് ദി ഫങ്ഷണൽ മെഗാസ്പോർ. നമ്മൾ പറഞ്ഞു ഒരു മെഗാസ്പോർ അല്ലേ ഫങ്ഷൻ ചെയ്യുന്നത്. അത് മൈറ്റോസിസ് നടക്കുന്നു. മൈറ്റോസിസ് നടക്കുമ്പോൾ എത്ര സെല്ലാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്? അതെ, 2 ന്യൂക്ലിയസ് ഫോം ചെയ്യുള്ളൂ. 2 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു വിച്ച് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ് ഫോമിങ് 2 ന്യൂക്ലിയേറ്റ്
എംബ്രിയോ സാക്ക്. അപ്പോൾ രണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ആ 2 ന്യൂക്ലിയസ് ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്തിട്ട് 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 more sequential mitotic nuclear divisions results in the formation of 4 nucleate and later 8 nucleate. നിങ്ങളവിടെയാ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഇവിടെ 2 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ സീക്വൻഷ്യലായിട്ട് 2 മൈറ്റോട്ടിക് ഡിവിഷനും കൂടി നടക്കുന്നു. മൈറ്റോസിസ് നടന്ന് അത് 4 ന്യൂക്ലിയേറ്റ് ആകുന്നു. വീണ്ടും അത് 8 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറുന്നു. These mitotic divisions are not followed immediately by cell wall formation. അപ്പോൾ ഇവിടെ ഈ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിലൊരു സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ മൈറ്റോസിസ് ഒക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ എല്ലാ ഫേസുകളും കഴിഞ്ഞ് ടീലോഫേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അവിടെ സെൽ വോള് ഫോം ചെയ്ത് 2 സെല്ലായിട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്ര പെട്ടെന്ന് സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. After this stage, cell walls are laid down, leading to the organization of the typical female gametophyte or embryo sac. ഈ സ്റ്റേജ് കഴിയുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, സെൽ വാൾസ് ഒക്കെ ഫോം ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യുന്നു, സെൽ വോൾ കൂടെ ഉണ്ടായിട്ട് ഗാമെറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നു. നമ്മൾ ആ എംബ്രിയോ സാക്കിൽ നമ്മൾ 8 ന്യൂക്ലിയേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷൻ നമുക്ക് നോക്കാം. 8 ന്യൂക്ലിയയിൽ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾ ജസ്റ്റ് ഈ പിക്ചറിലൂടെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം 2 ന്യൂക്ലിയേറ്റ്. ഒന്നാമത്തെ പിക്ചറിൽ കണ്ടോ 2 ന്യൂക്ലിയസ്. വീണ്ടും അടുത്ത മൈറ്റോസിസ് നടന്ന അവിടെ 4 ന്യൂക്ലിയേറ്റ് കണ്ടീഷനായി. വീണ്ടും അടുത്തൊരു മൈറ്റോസിസ് നടന്ന് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻസായി. അപ്പോൾ അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, അത് രണ്ടും ന്യൂക്ലിയസ് എല്ലാം പോൾസിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്കിനി ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, ഈ ന്യൂക്ലിയസുകളുടെ അറേഞ്ച്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ന്യൂക്ലിയ മൈഗ്രേറ്റ് ടുവേഴ്സ് ദ മൈക്രോപൈലാർ എൻഡ് ടു ഫോം ദി എഗ് അപ്പാരറ്റസ്. അപ്പോൾ അതിൽ ആകെ 8 ന്യൂക്ലിയസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ 3 നമ്മുടെ ഓവ്യൂളിൻ്റെ മൈക്രോപൈലാർ എൻഡിലോട്ട് മാറിയിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു, എഗ് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നു. അതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ് സെൻട്രൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എഗ്ഗ് ഞാൻ അവിടെ ഡയഗ്രത്തിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്. എഗ്ഗാണ് സെൻട്രൽ ന്യൂക്ലിയസ്. അതുപോലെ തന്നെ ഇത് എഗ് അപ്പാരറ്റസിൽ വേറെ ചില സ്ട്രക്ചറുകളോട് കാണപ്പെടുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സൈനർജിഡ്സ്. The synergids have special cellular thickening at the micropylar tip called the filiform apparatus. സൈനർജിഡ്സ് പോലെ തന്നെ സൈനർജിഡ്സിൽ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഉണ്ട്. ഏത് ഭാഗത്താണ്, മൈക്രോപൈലാർ ടിപ്പിൽ. ആ തിക്കനിങ്ങിന് പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ആ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷനും to play an important role in guiding the pollen tubes into the synergids. സൈനർജിഡ്സിലോട്ട് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു തിക്കനിങ് ആണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ എംബ്രിയോ സാക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ നെയിം ദ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് പ്രസൻറ്റ് ഇൻ സൈനർജിഡ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡയഗ്രാം, നിങ്ങൾ ആ 3ാമത്തെ ഡയഗ്രാം ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. 4ാമത്തെ ഡയഗ്രാം, ആ ഡയഗ്രത്തിൽ അതിൻ്റെ ലേബിൾ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അത് വരച്ചൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക ലേബിളിങ് സഹിതം. ദെൻ നമുക്ക് ഇനി അടുത്ത 3 ന്യൂക്ലിയസ് 3 cells അറ്റ് ദ ചലാസൽ എൻഡ് ആർ കോൾഡ് ആൻറ്റിപോഡസ്. അപ്പോൾ നമ്മൾ 3 എങ്ങോട്ട് പോയി, മൈക്രോപൈലാർ എൻഡിലോട്ട് പോയി. ഇനി ബാക്കിയുള്ള 3 ഏത് റീജിയനിലോട്ട് പോയി, ചലാസൽ എൻഡിലോട്ട് പോയി. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ദെൻ അതുപോലെ തന്നെ പിന്നെ ബാക്കി എത്ര ന്യൂക്ലിയ ബാക്കിയുണ്ട്, അത് 2 ഉള്ളൂ. ദ ലാർജ് സെൻട്രൽ ഹാസ് 2 പോളാർ ന്യൂക്ലിയ. അത് സെൻട്രലിൽ കാണപ്പെടുന്നത് 2 പോളാർ ന്യൂക്ലിയ. അപ്പോൾ ആകെ 2 പോൾസിലും ചലാസൽ എൻഡിൽ 3, മൈക്രോപൈലർ എൻഡിൽ 3, അപ്പോൾ 3 6ആയി. നടുക്ക് സെൻട്രലായിട്ട് 2 ന്യൂക്ലിയസ്, സെൻട്രൽ ന്യൂക്ലിയസ് നമ്മുടെ പോളാർ ന്യൂക്ലിയ എന്നാണ് പറയുന്നത്. A typical angiosperm embryo sac at maturity through 8 nucleate is 7-celled. അപ്പോൾ നമ്മൾ മച്ചുറായി കഴിയുമ്പോൾ അവിടെ 8 ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷേ 7 സെല്ലേ കാണുകയുള്ളൂ, ഒരു സെല്ലായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.